നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ CPM പ്രവർത്തകരുടെ ആക്രമണം. ലീഗ് പ്രവർത്തകർ CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു എന്നാരോപിച്ച് CPM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ലീഗ് ഓഫീസായ CH സൗധത്തിന് നേരെ കല്ലേറുണ്ടായത്. സംഭവത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതേസമയം ലീഗ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് 5 പേർ കസ്റ്റഡിയിലായി. 5 CPM പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. ഫോറൻസിക് റിപ്പോർട്ട് നടന് അനുകൂലമാണ്. ഇതോടെ ഷൈനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടും. ഹോട്ടലിൽ മുറിയെടുത്ത ഷൈനും സുഹൃത്തും ലഹരി ഉപയോഗിച്ചുവെന്നാണ് കേസ്. ക്രിസ്മസ് പുതുവത്സര വിപണിയോടനുബന്ധിച്ച് വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ നീക്കവുമായി സപ്ലൈകോ. 1 കിലോ ശബരി വെളിച്ചെണ്ണ 329 രൂപയ്ക്ക് നൽകും. സപ്ലൈകോ വഴി 319 രൂപയ്ക്ക് നൽകുന്ന സബ്സിഡി വെളിച്ചെണ്ണ 309 രൂപയ്ക്ക് നൽകും. മറ്റ് സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്കും വില കുറയ്ക്കാൻ ആലോചനയുണ്ട്. ക്രിസ്മസ് പുതുവത്സര വിപണി ഇന്നു മുതൽ ജനുവരി 1 വരെ എല്ലാ ജില്ലകളിലും നടക്കും. 1 കിലോ ആട്ട 17 രൂപ നിരക്കിൽ വെള്ള നീല കാർഡുടമകൾക്ക് നൽകും. 2 കിലോ വരെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാം. നേരത്തെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് മാത്രമായിരുന്നു 17 രൂപ നിരക്കിൽ ആട്ട നൽകിയിരുന്നത്. കേരളത്തിലേക്കുള്ള യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരമായി കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച റെയിൽവേ. ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ചാണ് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചത്. ബംഗളൂരു കൊല്ലം പ്രത്യേക ട്രെയിൻ ഡിസംബർ 25 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പുറപ്പെടും. ട്രെയിൻ വെള്ളിയാഴ്ച 6:30 കൊല്ലത്തെത്തും. മലബാർ മേഖലയിലേക്കും ട്രെയിൻ അനുവദിച്ചു. ബംഗളൂരുവിനും ചെന്നൈക്കുമിടയിൽ പ്രത്യേക ട്രെയിനുകൾ ഡിസംബർ 24, 31 തീയതികളിൽ സർവീസ് നടത്തും. 21 കോച്ചുകൾ വീതമുള്ള സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനാണ് അനുവദിച്ചത്. വാളയാർ അട്ടപ്പാളത്ത് അതിഥി തൊഴിലാളിയായ രാംനാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവത്തിൽ പ്രതികളുടെ ക്രൂരത വെളിപ്പെടുത്തുന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. കൊല്ലണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് പ്രതികൾ രാംനാരായണനെ മർദ്ദിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഛത്തീസ്ഗഡ് സ്വദേശിയായ യുവാവിനെ മണിക്കൂറുകളോളം ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്.